വെല്ലുവിളിക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാര്, അല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട് സമ്മതിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ, അന്നെങ്കിൽ അവിടുത്തെ ഒരു ആരാണോ സമ്മതിക്കാത്ത അവരോട് മഴക്കാലത്ത് വന്ന് അതിന്റെ മുമ്പിൽ കിടക്കാൻ പറ. മൂളയുള്ളവർക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിട്ടാക്കുക. ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരിൽ ചിന്തിച്ചോട്ടെ. ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരെ ചിന്തിച്ചോട്ടെ. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യലും ചെയ്യാലോ. ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ചെറിയൊരു ദുരന്തമല്ല. ആ വലിയൊരു വണ്ടിക്കകത്തുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ അത്രയും മണ്ണിടിഞ്ഞപ്പം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ജലബോംബ് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിൽ എത്ര പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? 24 അങ്ങനെ എല്ലാ ന്യൂസും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആ എറണാകുളം ജില്ലയിൽ മനുഷ്യരില്ലെങ്കിൽ പറഞ്ഞ കാര്യമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ ഒറ്റ ഒരുത്തിനും വെള്ളത്തിൽ പോകല. ഇവന്മാരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങ് പാർലമെന്റിൽ നിന്നും അവിടെ നിന്നും എല്ലാം വരും. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണല്ലോ അല്ലേ? സന്തോഷമായിട്ടിരുന്നോ? കാരണം ഏകദേശം ഞാൻ ദുരന്തം പറയണ്ട എന്ന് വിചാരിച്ചിട്ടിരുന്ന, പക്ഷെ അത് ഞാനിപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയാൻ ഞാൻ ഉണ്ടാവണമെന്നില്ല. ഞാൻ ഇടുക്കിക്കാരനാണ്. കാരണം ഞാൻ പറയാൻ പറ്റുന്ന വെച്ചാൽ നമ്മളെ മുല്ലപ്പെരിയാറിന്റെ കാര്യമില്ല. ഇപ്പൊ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആര് കയറിയാലും നമുക്ക് നമ്മൾ അധ്വാനിച്ചാലേ ഉള്ളൂ എന്നറിയാലോ. അപ്പം ഇലക്ഷനൊക്കെ കഴിഞ്ഞു, തിരക്കുകളെല്ലാം കഴിഞ്ഞു. ഇലക്ഷന്റെ സമയത്ത് പൊക്കിപ്പിടിക്കുന്ന ഡാമിന്റെ കാര്യം അതും ഇതും എല്ലാം ഉണ്ട്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല ഒരു നേതാക്കന്മാരും. നിങ്ങളൊക്കെ ഓർക്കേണ്ട കാര്യമുണ്ട്. ഏകദേശം 5 ജില്ലകളാണ് ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ കർണാടകയില് നമ്മളൊരു സഹോദരൻ പോയി കിടക്കുന്നു. ഇതുവരെ അദ്ദേഹത്തിന്റെ ബോഡി കിട്ടിയിട്ടില്ല. ഇപ്പൊ വരെ കിട്ടിയിട്ടില്ല. ഏകദേശം 5-6 ദിവസമായി. ഒരു വലിയ ലോറിക്കകത്താണ് അയാളുള്ളതെന്നാണ് പറയുന്നത്. ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ ഒരു വ്യക്തിയേക്കാൾ ആ വലിയൊരു വണ്ടിക്കകത്തുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ അത്രയും മണ്ണിടിഞ്ഞപ്പം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ജലബോംബ് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിൽ എത്ര പേരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാ. നിങ്ങൾ ഈ കൊടുത്താക്കുന്ന ഓരോ പൗരനും ഓട്ടവകാശമുണ്ട്. എങ്കിൽ പോലും ആ ഓട്ടവകാശത്തെ കൊണ്ട് നമ്മൾ ചെയ്ത ഒരു ഓട്ടം കൊണ്ട് അവർ നമ്മക്കിട്ട് തന്നെ പണിയുവാന്ന് മനസ്സിലാക്കുക. ഓർക്കേണ്ട ഒരു കാര്യമാണത്. ആ ഒരു സഹോദരന് അമ്മയും മക്കളും ഭാര്യയും കുടുംബവും എല്ലാം ഉള്ളതാണ്. അവരുടെ അവസ്ഥയെന്ന് ഓർത്ത് എനിക്ക്. അപ്പം ഞാൻ മുല്ലപ്പെരിയാറിന്റെ വിഷയം പറയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ പറയേണ്ട ചില സമയങ്ങളുണ്ട്. പിന്നെ ഓർത്തിട്ട് കാര്യമില്ലാത്ത ചില സമയങ്ങളുണ്ട്. അപ്പം ഞാനത് വളരെ സങ്കടത്തോടുകൂടി തന്നെ ഞാൻ പറയുന്നത്. നമ്മളൊക്കെ ഏകദേശം തീരാറായി. കണക്ക് പറയുക. ഈ വീഡിയോയ്ക്കടിയിൽ ആരും വന്ന് കമന്റ് ഇട്ടാലും എനിക്ക് സങ്കടമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി എന്ന് പറഞ്ഞ ഒരു ഡാം താങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ചെറിയൊരു ദുരന്തമല്ല. അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും. കാരണം ഓർത്തോണം, ഞാൻ നമ്മുടെ ഇടുക്കി ഡാമിന്റെ താഴെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഞാനായിരിക്കും. നമുക്ക് ലൈവ് ഡാം പോലും പറ്റിയെന്ന് വരികയില്ല. അപ്പം എനിക്കും ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. എറണാകുളം ജില്ലയിലെ തൃശ്ശൂർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പോയി കഴിഞ്ഞാൽ ആരുണ്ട്? നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നിങ്ങളുടെ ഒരു ആയുസിന്റെ കഷ്ടപ്പാടുള്ള വീടും, നിങ്ങൾ ആഗ്രഹിച്ച് മേടിച്ചേക്കുന്ന വണ്ടിയും, നിങ്ങൾ ആഗ്രഹിച്ചുണ്ടാക്കിയ കുടുംബവും, നിങ്ങൾ സ്നേഹിക്കുന്ന മക്കളും ഒക്കെ ഉണ്ടല്ലോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. കാണാനായിട്ട് വരാതിരിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ. കാരണം ഇപ്പത്തെ ആ കർണാടക മറ്റേ ആ ചേട്ടൻ സംഭവിച്ച പോലെ ഒരു മക്കൾ, ഒരു കുടുംബം ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കാന്ന് വെച്ചാലുള്ള വിഷമത ചില്ലറയല്ല. ഈ നേതാക്കന്മാർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഓർക്കേണ്ട കാര്യമുണ്ട്. ഇത് നിങ്ങൾ കുറിച്ചു വെച്ചോ. ഇന്നലെ നാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരുത്തരും വരികയില്ല, ഒരു ന്യൂസുകാരും വരികയില്ല. കാരണം കാണിക്കാൻ പോകുന്നത് വളരെ ചെറിയ ചെറിയ ന്യൂസുകളായിരിക്കും. അതുവരെ ഡൽഹിയിലെയോ അങ്ങനെ എന്തെങ്കിലും ന്യൂസുകളിൽ മാത്രമേ കാണിക്കൂ. നമ്മുടെ ഇവിടെ ഓർത്തു നോക്കുക, ഏറ്റവും കൂടുതൽ ന്യൂസ് ഏഷ്യനെറ്റ്, 24 അങ്ങനെ എല്ലാ ന്യൂസും സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ആ എറണാകുളം ജില്ലയിൽ മനുഷ്യരില്ലെങ്കിൽ പറഞ്ഞ കാര്യമുണ്ട്. കറണ്ട് ഉണ്ടാവില്ല, നെറ്റ്വർക്ക് ഉണ്ടാവില്ല, ഒരു വക സംഭവം ഉണ്ടാവില്ല. ഇങ്ങനൊരു സ്ഥലത്ത് നമുക്കിപ്പോ നമ്മൾ പറയുമ്പം കേരളത്തിൽ പറയുമ്പോഴത്തേക്ക് ആഫ്രിക്കയിലെ ഇന്ന സ്ഥലത്ത് ഒരു ചെറിയ ഡാം പൊട്ടി
എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും വേറെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത്, അല്ലെങ്കിൽ ഡൽഹി പോലെ വലിയ വലിയ സ്ഥലങ്ങളിൽ എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമായിരിക്കും. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത് നമ്മുടെ കുടുംബം, നമ്മൾ ആയുസ്സിന് കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കുന്ന നമ്മുടെ വീട്, കുടുംബം, എല്ലാം, മക്കള്, എല്ലാം നഷ്ടപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കുക. ഒരു എറണാകുളത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സെന്റിന് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും ഒരു വീടുണ്ടാവുന്നതെന്ന് നമുക്കറിയാം. വീടുണ്ടാകുന്നതും എന്തും ഉണ്ടാകുന്നത്. അപ്പം അവിടെയൊക്കെ താമസിക്കുന്ന അവസ്ഥ ഇച്ചിരി കഷ്ടമാണ്. കാരണം എനിക്ക് വളരെ സങ്കടമുണ്ട് അത് പറയുമ്പം. ഇത് പറയുന്നത് പോലും വളരെ സങ്കടത്തോട്. കാരണം ഇത് റിയാലിറ്റിയാണ്. നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും നടക്കില്ല. കാരണം 126 127 വർഷം പഴക്കമുള്ള ഒരു സാധനമാണ്. 50 വർഷത്തേക്ക് ഉണ്ടാക്കിയ ഒരു ഡാം 126 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാത്തിനും ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. അപ്പം ഇതിനുണ്ട്. അപ്പം അത് മാത്രമല്ല, എന്തുകൊണ്ട് ഇപ്പൊ അതിന്റെ വിസിറ്റേഴ്സിനെ അവിടെ അലോഡല്ല, അതുപോലെ ന്യൂസുകാർ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇതെങ്ങനെ പൊട്ടിക്കഴിഞ്ഞാല് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ ഒറ്റ ഒരുതിനും വെള്ളത്തിൽ പോകല. ഇവന്മാരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങ് പാർലമെന്റിൽ നിന്നും അവിടെ നിന്ന് എല്ലാം വരും. എല്ലാമാരും വന്നിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുമ്പോൾ മേളിൽ നിന്ന് ഹെലികോപ്റ്ററിലൊക്കെ വന്നിട്ട് ആറ്റ് എന്നിട്ട് ഓക്കെ കേട്ടോ, ഇനിയും എപ്പോഴേലൊക്കെ കാണാം കേട്ടോ എന്നങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അന്ന് കിറ്റ് തന്ന പിണറായും കാണുകയില്ല, ഇപ്പൊ കളിയാക്കുന്ന ആരും കാണുകയില്ല, മോദിയും കാണുകയില്ല, ഒറ്റ ഒരുത്തിനും കാണുകയില്ല. കരയുന്നത് നമ്മൾ മാത്രമായിരിക്കും. അല്ല അവസാന ശ്വാസം വരെ ഓർക്കുന്നത് നമ്മുടെ കുടുംബത്തെ ആയിരിക്കും. അല്ല നമ്മുടെ അപ്പനെ അമ്മേനെ മക്കളെ അല്ലെങ്കിൽ ഭാര്യനെ നമ്മൾ ഉണ്ടാക്കിയ സ്വത്ത് എല്ലാം ആയിരിക്കും. മനുഷ്യ ജീവന് ഇത്ര വില കൽപ്പിക്കാത്തൊരു രാഷ്ട്രീയം, അത് വളരെ സങ്കടത്തോടെ ഇവിടെ ഈ കേരളത്തിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ ജനിച്ചുപോയി, അല്ലെങ്കിൽ ഇതുപോലെ സാഹചര്യത്തിൽ ജീവിക്കുന്നു, ഗതികെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടമുണ്ട്. വെറുതെ അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം ഇന്നത്തെ കാലത്ത് എത്ര ചെറുപ്പക്കാർ നമ്മുടെ ഈ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരും പോവല്ലേ? എല്ലാവരും പോവല്ലേ? അതൊക്കെ കാരണം ഇതൊക്കെ കിടന്ന് കൂട്ടിക്കും. ഇതൊക്കെ തന്നെയാണ് ഇതുപോലത്തെ ഓരോരോ നിയമങ്ങളും ഇതുപോലെ ഉത്തരവാദിത്വമില്ലാത്ത ഭരണവും എല്ലാമാണ്. നിങ്ങളൊക്കെ ഓർക്കുക, നിങ്ങളുടെ ജീവൻ നിങ്ങളാണ് വില വെക്കുന്നത്. ഇനിയെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയാനേ, ഈ പറഞ്ഞ ഇത് എന്റെ ഒരു അഭിപ്രായമായിട്ട് നിങ്ങൾ കാണുക. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് എവിടേക്ക് എത്തിക്കാൻ പറ്റുമോ അവിടേക്ക് എത്തിക്കുക. ഈ ഒറ്റ കാര്യം പറയാം, ഞാൻ വെല്ലുവിളിക്കുക ഈ പിണറായിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും, ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഈ മുല്ലപ്പെരിയാറിന്റെ മുമ്പില് ഒരു വീട് വെച്ച് കിടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് അവിടെ ഒരു പാർട്ടി ഓഫീസ് വേണത് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഈ മഴക്കാലം കഴിയുന്ന വരെ എപ്പോഴും വേണ്ട, മഴക്കാലത്ത് മാത്രം പറ്റുമോ? അത് ഞാൻ വെല്ലുവിളിക്കുന്നതാ. അല്ലെങ്കിൽ ഞാനത് അതുപോലെ സങ്കടം. കാരണം ഒരു ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനേക്കാളും വിലയുണ്ട് ആ ഒരു ജീവൻ. നമ്മുടെ ഈ പാവപ്പെട്ടവരുടെ ലക്ഷക്കണക്കിന് ജീവനേക്കാളും വിലയുണ്ട് അവരുടെ രാജാക്കാൻ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു വിലയ്ക്ക് ജീവനും. അവരെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സും പട്ടാളക്കാരും ഒക്കെ വരും. ഈ 35 ലക്ഷത്തിനേക്കാളും വിലയുണ്ട് മോദിയും അല്ലെങ്കിൽ പിണറായിയും കയറിയാക്കുന്നവന്മാരും ഇറങ്ങുന്നവന്മാരും എല്ലാവർക്കും ഉണ്ട്. അവർക്ക് രക്ഷിക്കാൻ അവർക്ക് അവിടെ ഇവിടെ എല്ലാ സ്ഥലങ്ങളും ഉണ്ടെന്നേ. അല്ലെങ്കിൽ വല്ല ദുബായിലും അവിടെ ഇവിടെയൊക്കെ അവരെ രക്ഷപ്പെടും. അവരെ രക്ഷിക്കാൻ സംവിധാനങ്ങളുണ്ട്. പാവപ്പെട്ട നമ്മളെപ്പോലുള്ളവരെ സംരക്ഷിക്കാനാണ് നിയമങ്ങളില്ലാത്ത അല്ലെങ്കിൽ എക്സ്ക്യൂസസ് ഉള്ളത്. ഞാൻ വെല്ലുവിളിക്കുക, പറ്റുമെന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കന്മാര്, അല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട് സമ്മതിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞേ, അന്നെങ്കിൽ അവിടുത്തെ ഒരു ആരാണോ സമ്മതിക്കാത്ത അവരോട് മഴക്കാലത്ത് ഒന്ന് അതിന്റെ മുമ്പിൽ കിടക്കാൻ പറ. മഴക്കാലത്ത് മാത്രം പറ്റുമെന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ അമ്മമാരെ കാണാന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യന്റെ ജീവിതം, ഇത്രയും പേരുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഇവനെ ആരായാലും അത് ഭയങ്കര ക്രൂരതയാണ്. പറ്റില്ല ആർക്കും. അത് എന്തുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മഴക്കാലം ആകുമ്പോൾ മാത്രം കുത്തിപ്പൊങ്ങുന്ന ഈ സാധനം എന്തുകൊണ്ട് അല്ലാത്തപ്പം സംസാരിക്കുന്നില്ല? എല്ലാവർക്കും ആ സമയത്താണ് പേടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഴക്കാലത്ത് ഈ പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ഈ ഡാം പണിയാനായിട്ട് അല്ലെങ്കിൽ ഡാം ഡീമാഷൻ ചെയ്യാനായിട്ട് സമ്മതിക്കാത്തത് ആരാണ്? അവരൊന്ന് കിടക്കാൻ പറ. പഠനങ്ങളെല്ലാം പറഞ്ഞാക്കുന്നത് അത് പൊട്ടും എന്നാണ്. അത് റിയാലിറ്റി ആണ്, പൊട്ടും. അത് നമ്മളിപ്പം ഒരു വാട്സപ്പിൽ മോനെ ഇടാണ്ടാ അവിടുന്ന് പൊട്ടി വരുന്നുണ്ടാ
എന്ന് പറയാനുള്ള സമയം പോലും കിട്ടിയെന്ന് വരികയല്ല. നിങ്ങളൊക്കെ ഓർക്കുക, ഇതൊക്കെ പൊട്ടുന്നത് നമ്മൾ അറിഞ്ഞില്ലേലും അറിയേണ്ടവന്മാരൊക്കെ നേരത്തെ അറിയും. എല്ലാ ഉടായ്പ കാണിച്ച് അവരിപ്പം അങ്ങ് നിൽക്കും രാഷ്ട്രീയ നേതാക്കന്മാർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ഉടായ്പ തന്നെയാണ്. ഞാൻ വോട്ട് ചെയ്യാത്ത വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തത്, അതോടെ ഞാൻ പരിപാടി നിർത്തി. ഒരു താല്പര്യമില്ലായിരുന്നു, പക്ഷെ പലരുടെ നിർബന്ധം കൊണ്ട് ഞാൻ വോട്ട് ചെയ്തു, അതോടെ പരിപാടി നിർത്തി. കാരണം 5 പൈസ ഗുണമില്ലാത്തതാണ്. 5 പൈസയുടെ ഗുണമില്ലാത്തതാണ് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അല്ല, ഞാൻ നിങ്ങളോട് ഇലക്ഷൻ സമയത്ത് ഞാൻ സംസാരിച്ചില്ലെന്ന് തോന്നുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാടിന് ഗുണം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടെ ഒരിക്കലും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങളോട് വോട്ട് ചോദിച്ചു വരുന്നവരോട് നിങ്ങൾ വേണം ചോദിച്ചു, എനിക്ക് 5000 രൂപ എന്നൊക്കെ ഞാൻ വോട്ട് ചെയ്തേക്കാം. ആ 5000 രൂപയ്ക്കുള്ള ഗുണമുള്ളവർക്ക്, 5000 രൂപയ്ക്കുള്ള ആവശ്യം നിങ്ങളെ കൊണ്ടുള്ളവർക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിനൊക്കെ എത്ര പ്രാവശ്യം പുറകെ പോയാല അവരുടെ കൊമ്പത്തെ ആളുകളെ അല്ലെങ്കിൽ അവർക്ക് പാർട്ടി ഫണ്ട് കൊടുക്കുന്ന അവരെയൊക്കെ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തോളൂ. സാധാരണപ്പെട്ടവന്റെ വോട്ട് മേടിക്കാനുള്ള സ്നേഹമുള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഇനിയേലും, അതായത് എനിക്ക് ഇത് സംസാരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ കർണാടക ഉണ്ടായ ചേട്ടന്റെ കേസാണ്. ആ ഒരവസ്ഥ ഈ പറഞ്ഞ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കുണ്ടായി കഴിഞ്ഞാല് ചങ്കത്ത് വലിയ കരയെന്നല്ലാതെ വേറെ മാർഗമില്ല ബാക്കി ജീവനോട്ടിരിക്കുന്നവർക്ക്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ രക്ഷപ്പെട്ടു, പിന്നെ നമ്മൾ ജീവിച്ചിട്ട് തന്നെ കാര്യം ഇത്രയും പേര് ശവമായിട്ട് കിടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. പിന്നെ രോഗങ്ങള്, പട്ടിണി, ദാരിദ്ര്യം, കറണ്ടില്ല, വൈദ്യുതി, ഒരു സാധനവും ഇല്ല. ട്രാൻസ്പോർട്ടേഷനില്ല, പെട്രോളില്ല, ഒരു സാധനവും ഇല്ല. ഒരു കാട്ടുവാസികളെ പോലെ പേര് ജീവിക്കേണ്ടി വരും. സംവിധാനങ്ങളൊന്നുമില്ലാതെ എവിടെയൊക്കെയോ പെട്ടിടക്കുന്ന കുറെ പേര് കാണും. ഇത്രയും പേര് 10-35 ലക്ഷം പേര് എന്ത് കാണിക്കും? നിങ്ങളുടെ അപ്പനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ല നിങ്ങളുടെ അമ്മേനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതൊരു സാരത്തിൽ മരിച്ചുപോയി നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരമ്മയ്ക്കും ഒരപ്പനും ഒരു മകനും അല്ലെ സഹോദരനും എന്ത് വിലയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഏത് സ്ഥാനത്താണോ നിങ്ങൾ നിൽക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കുന്നതല്ല. ഇതുപോലെ സംഭവം ഉണ്ടായി നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും, വേറെ ഏതിലൊക്കെ രാജ്യത്തോ ഒക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ അപ്പനെ അല്ലെ നിങ്ങളുടെ അമ്മേനെ, നിങ്ങളുടെ ആങ്ങളെ, എന്റെ സഹോദരനെ ആരെയും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇനിയേലൊക്കെ ചിന്തിച്ചു തുടങ്ങുക. നിർബന്ധമായിട്ടല്ല, ഇതൊന്നും ചിന്തിക്കുകയല്ല. അനുഭവം വന്ന് ഇവിടെ പഠിക്കുമോ? ഞാനിത് ചെയ്യാന്ന് വെച്ചാല് ഞാൻ ആ ഒരു കൊട്ടേഷൻ തന്നെ ഞാൻ ആദ്യം വിടും. എന്താണെന്നറിയോ? ആ ഒരു വെല്ലുവിളി തന്നെയാണ് അത്. എന്നെ പോലുള്ള 100,000 ചെറുപ്പക്കാർ കൊണ്ടാകേണ്ട ഒരു വെല്ലുവിളി തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇതിന്റെ അവസ്ഥ അറിയാവുന്ന, അല്ലെങ്കിൽ ഇതൊരു സംഭവം, ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ആപത്താണ് എന്നറിയാവുന്ന വ്യക്തികളെ വെല്ലുവിളിക്കേണ്ടത് തന്നെ. ഈ പറഞ്ഞവർ വന്ന അതിന്റെ മുമ്പിൽ കിടക്കട്ടെന്നേ. പൊട്ടി വന്നാൽ പൊട്ടത്തില്ലെന്നല്ലേ പറയുന്നേ, അല്ലെങ്കിൽ പൊട്ടാനുള്ള സാധ്യത ഇല്ലെന്നല്ലേ പറഞ്ഞേ. ഇവരൊന്ന് കിടക്കട്ടെ, മഴക്കാലത്ത് കിടന്നാൽ മതി, ബാക്കി വന്നാൽ നമ്മൾ ഒഴിയോളാം. മഴക്കാലത്ത് മാത്രം ഒരു ചെറിയ ഭൂമിയൊരുക്കം ഉണ്ടായി കഴിഞ്ഞാൽ ടാറ്റാ ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ പോവാ. ഒന്ന് ചിന്തിച്ചു നോക്കുക. പറ്റുമെങ്കിൽ ഇതൊക്കെ ചെല്ലേണ്ടടുത്ത് ചെല്ലാൻ ശ്രമിക്കുക. ആ വെല്ലുവിളി അവർ കാണട്ടെ, അവരേറ്റെടുക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയും അവരാണുങ്ങളാണ്. ഒരാൾ തുനിഞ്ഞിറങ്ങിയാലല്ല, നമ്മുടെ ആവശ്യം ഇത്. നമ്മളെല്ലാരും തുനിഞ്ഞിറങ്ങണം, എന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. നമുക്കാ നഷ്ടപ്പെടുന്നത് ആകെ ഒട്ട് കിട്ടുന്ന ഒരു ജീവിതം. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരും എത്തിക്കേണ്ടടുത്ത് തീരുമാനങ്ങൾ ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്തും നമ്മുടെ ബന്ധവും എല്ലാമാണ് നഷ്ടപ്പെടുന്നത്. അപ്പം വേറൊന്നും അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കൂടുതൽ കാശുണ്ടായിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. മനുഷ്യൻ ജീവനല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ മനസ്സിലാക്കുക, ഇതൊക്കെ നല്ലതിനു വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് നല്ലതിനു വേണ്ടിയാണ്. മനസ്സിലാക്കാൻ മൂളയുള്ളവർക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിട്ടാക്കുക. ഇതിനെപ്പറ്റി ചിന്തിക്കുന്നവരിൽ ചിന്തിച്ചോട്ടെ. പറ്റുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യലും ചെയ്യാലോ. നിങ്ങളുടെയൊക്കെ ജീവൻ ആപത്ത്. എന്നെപ്പോലുള്ള പാവപ്പെട്ട കുറെ പേരുടെ ജീവൻ ആപത്ത്. ഒരു സമയത്ത് ഓർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് നേരത്തെ ചെയ്യണം. ഇതുപോലൊരു ജലബോംബ് മനസ്സിലാക്കുക. ഒരിക്കലും കർണാടക ഉണ്ടായ ചേട്ടന്റെ അവസ്ഥ നമുക്ക് ആർക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം താങ്ക് യു. ഇപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഈ നിമിഷത്തെക്കുറിച്ച് ഓർക്കുക, ഈ നിമിഷത്തെക്കുറിച്ച് സന്തോഷിക്കുക, ഈ നിമിഷത്തെക്കുറിച്ച് സങ്കടപ്പെടുക.